ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടർബോന്റെ അപ്ഡേറ്റ് ഇന്നലെ വന്നു. ഏപ്രിൽ 14 ഈ ടർബോന്റെ അപ്ഡേറ്റ് വരുന്നു പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ എല്ലാവരും എക്സൈറ്റ് ചെയ്തത് ഇത് ട്രെയിലറിന്റെ വല്ല അപ്ഡേറ്റ് ആണോ അല്ലെങ്കിൽ ടീസറിന്റെ വല്ല അപ്ഡേറ്റ് ആണോ എന്നുള്ളതാണ്. അതുക്കും മേലുള്ള അപ്ഡേറ്റ് ആണ്, അതായത് സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അറിയിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും മെയ് 9 എന്ന് പറയുന്ന ഡേറ്റിലായിരുന്നു ഈ ടർബോ റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുള്ളതൊരു എക്സ്പെക്ടേഷനിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ജൂൺ 13, 2024 സിനിമ റിലീസ് ചെയ്യാനുള്ള ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഒരു പോസ്റ്റർ ആയിട്ടാണ് പുറത്തു വിട്ടിട്ടുള്ളത്. പോസ്റ്ററിന് ആദ്യം ഇറങ്ങിയ രണ്ട് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒഫീഷ്യലായിട്ട് റിലീസ് ഡേറ്റ് പുറത്തു വിട്ടൊരു പോസ്റ്റർ ഒന്ന്, പിന്നെ രണ്ടാമത് ഇന്ന് ഇറങ്ങിയിട്ടുള്ള പോസ്റ്ററാണ്. ഇതിൽ ആദ്യത്തെ പോസ്റ്ററിന് കുറച്ച് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ പോലെ തോന്നി എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളുടെ കടുവയുടെ പോലെ ജീപ്പിന്റെ മേലെ ഇരിക്കുന്ന വെള്ളമല്ലിട്ടിരിക്കുന്ന പൃഥ്വിരാജിന്റെ പോലെ വെള്ളമല്ലിട്ടിരിക്കുന്ന മമ്മൂക്ക. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പോസ്റ്റർ ഇഷ്ടപ്പെട്ടു. ഈ പോസ്റ്ററിൽ ഏകദേശം ഒരു തീം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പള്ളിപ്പെരുന്നാൾ, പിന്നെ അവിടുത്തെ ആഘോഷങ്ങളുടെ ഒരു മാസീവ് ഫീലുള്ള പോസ്റ്റർ തന്നെയാണ്. സംഭവം കലക്കിണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അടിയിലെ പൂരം തന്നെ ആയിരിക്കും ടർബോ എന്നുള്ളത് നമുക്കറിയാം. അത് തന്നെയാണ് വൈശാഖി പോസ്റ്ററിലും കാണിച്ചു തരുന്നത്. രണ്ടാമത് ഇറങ്ങിയിട്ടുള്ള പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. ജൂൺ 13 സിനിമ റിലീസ് ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും കാണിച്ചിട്ടുള്ള പോസ്റ്ററാണ്. ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റില്ല്, അതും നന്നായിട്ടുണ്ട്. എന്തായാലും ടർബോയ്ക്ക് നല്ല ആവേശം ഉണ്ട് എല്ലാവരും. ടർബോയ്ക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുമ്പും നമ്മുടെ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ്, മമ്മൂക്ക വൈശാഖ് ഒന്നിച്ചിട്ടുള്ള സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള സിനിമകളാണ്. വൈശാഖിൻ്റെതായിട്ട് ലാസ്റ്റ് വന്ന് ഫ്ലോപ്പായ സിനിമയാണ് മോൺസ്റ്റർ എന്നുള്ളത്. അപ്പോൾ മോൺസ്റ്ററിൽ ഉണ്ടാക്കിയ ആ ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ്റെ ഹാങ് ഓവർ ശരിക്കും നമ്മളുടെ മോൺസ്റ്ററിൽ ശരിക്കും പോയി. കാരണം പുലിമുരുകൻ ടീം വീണ്ടും റീജോയിൻ ചെയ്ത് വരുമ്പോൾ ആൾക്കാർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പെക്റ്റേഷൻ നശിച്ചു പോയി. അപ്പോൾ വീണ്ടും ഒരു റീകംബാക്ക് നടത്തുമ്പോൾ അത്രയും മാസീവായിട്ടുള്ള സിനിമ തന്നെ ചെയ്തിട്ട് വേണമെന്നുള്ളത് വൈശാഖ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കാരണം മലയാള സിനിമയിൽ നല്ല രീതിയിൽ മാസ് സിനിമകൾ ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഡയറക്ടേഴ്സ് ഉള്ളൂ. അതിലൊന്നാണ് വൈശാഖ്. അതിലൊന്നെന്ന് പറയാൻ പറ്റില്ല, മെയിനായിട്ട് വൈശാഖ് തന്നെയാണ് ഞാൻ കണ്ടെടുത്തോളം. പിന്നെ അജയ് വാസുദേവ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ പൃഥ്വിരാജ് സുകുമാരനുണ്ട്. നിങ്ങൾക്ക് ഇത് റാങ്കിങ് വൈസ് എങ്ങനെ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ പേഴ്സണലി പറഞ്ഞത് മലയാള സിനിമ ടൈപ്പ് ഓഫ് പടങ്ങൾ ചെയ്ത് മാസ് എലമെന്റ് നിറച്ചു കൊണ്ടിരുന്ന സിനിമ, അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളെ പോലെ കൊണ്ടുവരുന്ന ഡയറക്ടറാണ് വൈശാഖ്. അപ്പോൾ വൈശാഖ് മമ്മൂക്കയും ജോയിൻ ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിലാണ്. സാധാരണ വൈശാഖ് ഉദയകൃഷ്ണനെ വിട്ട് കളിക്കാറില്ല, അല്ലെങ്കിൽ ബെന്നി പി നായരമ്പലത്തിനെ വിട്ട് കളിക്കാറില്ല. ഇത് മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഒരു അച്ചായൻ ബേസ്ഡ് ക്യാരക്ടർ, ഫുൾ ആക്ഷൻ, അതുപോലെ അതർ ഇൻഡസ്ട്രീസ് എന്നുള്ള ആക്ടേഴ്സ്, ഇതൊക്കെ ആകുമ്പോൾ ടർബോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ടർബോ കാണാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തയുടെ പ്രകാരം ടർബോ ഒരു ഹൈലി മാസീവ് എന്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ്. സോ പോസ്റ്റേഴ്സ് എന്തായാലും അത് തെളിയിക്കുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ടീസറോ ട്രെയിലറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ടർബോ എന്തായാലും നല്ലൊരു കളക്ഷൻ വൈസ് സിനിമ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇത് മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി സെലക്ട് ചെയ്തിട്ടുള്ള സിനിമകളൊന്നും മോശമായിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ടർബോൻ്റെയും അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ അതും വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക.